ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ സ്ഥിരീകരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വചനത്തെ കുറിച്ച് ഒരു 2-3 മിനിറ്റ് ധ്യാനിക്കാം. വചനം തുടങ്ങിയത് എങ്ങനെയാണ്? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അച്ഛാ ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ ഇന്നലത്തെ വചനം എനിക്ക് ഒത്തിരി ടച്ച് ചെയ്ത് കേട്ടോ അച്ഛാ. കാരണം ഞാൻ ഒത്തിരി അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയായിരുന്നു. പക്ഷേ രാത്രിയിൽ എന്നെ ഒത്തിരി ടച്ച് ചെയ്ത് ഒത്തിരി നേരം ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞു. കാരണം നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിക്കുന്ന ദൈവമുണ്ട്, മറക്കുന്ന ദൈവമുണ്ട്, പക്ഷെ മറച്ചു വെക്കുന്ന ഒരു ദൈവം. ആ ഒരു വെളിപ്പാട് എനിക്ക് കിട്ടി. ഭയങ്കര അനുഗ്രഹമായിരുന്നു എനിക്കത്. ഞാൻ ഒന്നും കൂടെ യേശുവിനോട് ഒത്തിരി സ്നേഹം തോന്നി. എനിക്ക് ഭയങ്കര ഒരു വെളിപ്പാടായിരുന്നു അച്ഛാ. എനിക്ക് ആ മെസ്സേജിൻ്റെ റെക്കോർഡൊന്ന് അയച്ചു തരാമോ അച്ഛാ? ആ വചനം മാത്രം ഒന്ന് കേൾക്കാൻ. അത് ഭയങ്കര, അതിനകത്ത് ഓരോ വചനങ്ങളും എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു അച്ഛാ. താങ്ക് യു അച്ഛാ. ദൈവം വീണ്ടും സമൃദ്ധിയായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പുതിയ വെളിപ്പാടുകൾ കിട്ടിയത് അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു അച്ഛാ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് പിന്നീടുള്ള വചനങ്ങള് അന്യരെ വിധിക്കരുതെന്ന് പറയുന്നതിന്റെ കീഴില് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. 1, നിങ്ങൾ വിധിക്കരുത്. 2, നിങ്ങൾ കുറ്റം ആരോപിക്കരുത്. 3, കൊടുക്കുവിൻ. 3 തലങ്ങളിലാണ് ഈ 3 വചനം വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവനായിരിക്കാൻ സാധിക്കുക? ആദ്യം വിധിക്കരുതെന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ചിന്തയിലാണ് നമ്മൾ വിധിക്കുന്നത് ഒരാളെ, അല്ലെ? അപ്പൊ അത് മനസ്സിന്റെ തലത്തിൽ അല്ലെങ്കിൽ ചിന്തയുടെ തലത്തിലാണ്, ആലോചനയുടെ തലത്തിലാണ്. രണ്ടാമത് പറയുന്നത് കുറ്റം ആരോപിക്കരുത്. നിങ്ങൾ കുറ്റാരോപണം നടത്തരുത്. ആരോപണം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരമാണ്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം ആരോപിക്കുക എന്ന് പറഞ്ഞ് കുറ്റം പറയുക. അപ്പൊ അത് സംസാരത്തിന്റെ തലമാണ്. ആദ്യത്തേത് വിധിക്കുന്നത് മനസ്സിന്റെ ആലോചനയുടെ ചിന്തയുടെ തലമാണെങ്കിൽ, രണ്ടാമത്തേത് സംസാരത്തിന്റെ തലമാണ്, വചനത്തിന്റെ സ്ഥലം, അല്ലെ വാക്കിന്റെ സ്ഥലമാണ് കുറ്റം ആരോപിക്കുക, കുറ്റം പറയുക എന്നുള്ളത്. മൂന്നാമത്തേത് കൊടുക്കുവിൻ എന്നുള്ളത് പ്രവൃത്തിയുടെ തലമാണ്. കൊടുക്കുവിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ്, ചെയ്യലാണ്, ആക്ഷനാണ്. അപ്പം തോട്ട്സ് ഉണ്ട്, വേർഡ്സ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്. വളരെ മനോഹരമായിട്ട് ലൂക്കാ സുവിശേഷകൻ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ആ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ OET ഒക്കെ അല്ലെങ്കിൽ IELTS അങ്ങനെയുള്ള എക്സാമിന്റെ ഒക്കെ തലത്തിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജിക്കൽ ആയിട്ടാണ് വചനം എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ OET ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വചനം വായിച്ചാൽ എന്ത് വായിച്ചാലും നമുക്ക് വളരെ നല്ലൊരു ഒരു ക്രമീകരണവും ആശയവും ഒക്കെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഭാഷയുടെ തന്മയത്വം അല്ലെങ്കിൽ ഭാഷയിലുള്ള പ്രാവീണ്യം വചനം ആഴത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മളെ സഹായിക്കും. അപ്പൊ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ കരുണയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യ തലത്തില് നമ്മൾ മനസ്സിൽ മറ്റുള്ളവരെ വിധിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് നന്മ ചിന്തിക്കുവാനും നന്മ ആഗ്രഹിക്കുവാനും തുടങ്ങണം. അപ്പൊ മറ്റുള്ളവരെ വിധിക്കരുത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ വിധിക്കാതെ, കുറ്റം ആരോപിക്കാതെ ക്ഷമിക്കണം. ക്ഷമിച്ച് അവർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാതെ നമ്മളും നമ്മുടെ ദൈവം മാത്രം അറിയാവുന്ന എന്തോറും കുറവുകളും പോരായ്മകളും നമുക്കുണ്ടല്ലേ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആര് പറഞ്ഞില്ലെങ്കിലും അതെല്ലാം ദൈവവും കാണുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് അതെല്ലാം അറിയാം. പക്ഷെ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ കാരുണ്യത്തിന്റെ ഒരു പ്രകടനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങള് ദൈവം ക്ഷമിച്ചു, മറന്നുകളഞ്ഞു, മാത്രമല്ല മറച്ചു വെക്കുകയും ചെയ്യും. ദൈവം ക്ഷമിക്കുന്നു, മറന്നു കളയുന്നു, മറച്ചു വെക്കുന്നു. ഞാൻ പലപ്പോഴും ഇടവയിലേക്ക് ആൾക്കാരോട് പറയാറുണ്ട്, കുർബാനയുടെ സമയത്ത് ഞാൻ അവരോട് വചനം പ്രഘോഷിക്കാൻ നേരത്ത് പറയാറുണ്ട്, ഒരുപക്ഷെ ദൈവം ഇങ്ങനെ ക്ഷമിച്ച് മറന്ന് കളഞ്ഞ് മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ, നമ്മൾ ചെയ്ത എല്ലാ തിന്മ പ്രവൃത്തികളും അല്ലെങ്കിൽ പാപങ്ങളും മറ്റുള്ളവരെല്ലാം അറിയാനിടയായെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളി, കുടുംബാംഗങ്ങളും അയലക്കാരും എല്ലാം അറിയാനിടയായെങ്കിൽ, നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നിലെ പരസ്പരം കുത്തിച്ചാകും, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. കാരണം നമ്മൾ ഒത്തിരി സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്കാർ പോലും നമ്മളെ കുറിച്ച് പറഞ്ഞതും കേട്ടതും ഒക്കെ ഞാൻ പലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് വിമിഷ്ടപ്പെട്ട് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉള്ള ആൾക്കാരോട് എന്നോട് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്നതിന്റെ 5% പോലും നമ്മൾ അറിയാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മൾ അറിയാറില്ല. അറിഞ്ഞെങ്കിൽ നമ്മൾ ആരും സമാധാനത്തോടെ ജീവിക്കില്ല. അതെല്ലാം ദൈവം മറച്ചു വെക്കുകയാണ്. എവിടെയെങ്കിലും അറിയാണ്ട് വീണ് കിട്ടുന്ന 1% നമ്മൾ കേൾക്കുന്നത്. അത് കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ
വലിയ ടെൻഷൻ അടിച്ച് മരിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ദൈവത്തിനറിയാം. നമ്മുടെ കുറവുകൾ അതെല്ലാം പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സമാധാനം ഉണ്ടാകിയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നത് ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു മറന്നു കളയുന്നു. മറന്നു കളയുക മാത്രമല്ല, മറച്ചു വെക്കുന്നു. ഒരിക്കലും മറ്റുള്ളവർ അറിയാതെ മറച്ചു വെക്കുന്നു. അതാണ് ദൈവത്തിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ പാപങ്ങളും കുറവുകളും കണ്ട് അവരെ വിധിക്കരുതെന്ന് മാത്രമല്ല, അവരോട് ക്ഷമിക്കണമെന്ന് മാത്രമല്ല, അത് മറച്ചു വെക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അവിടെയാണ് വചനം നമ്മളോട് പറയുന്നത്, പരദൂഷണം വഴി പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നതെന്ന്. മറ്റുള്ളവരുടെ പാപങ്ങൾ മറച്ചു വെക്കാൻ ദൈവം ഇങ്ങനെ മറച്ചു പിടിക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് വലിച്ചു മാറ്റി വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ ചിന്തയ്ക്കും എതിരായിട്ടുള്ള പൈശാചികമായ പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ മനസ്സിന്റെ തലത്തിലും ചിന്തയുടെ തലത്തില് വാക്ക് തലത്തില് വചനങ്ങളുടെ തലത്തില് അതുപോലെ തന്നെ പ്രവൃത്തിയുടെ തലത്തിലും സംഭവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആ കാരുണ്യം നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റുള്ളവര് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിധിക്കാൻ, അത് കഴിഞ്ഞാണ് ദൈവം പറയുന്നത്. വളരെ മനോഹരമായിട്ട് അവനവരോട് ഒരു ഉപമയും പറഞ്ഞു. സഹോദര സഹോദരി, നിന്റെ കണ്ണിൽ ഒരു തടിക്കഷ്ണം ഇരിക്കുമ്പോൾ നിന്റെ സഹോദരന്റെയോ സഹോദരിയുടെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? നീ ഇത്രയേറെ കുറവുകളും പോരായ്മകളും നിനക്കുള്ളപ്പോൾ നീ മറ്റുള്ളവരിലേക്ക് എന്തിനു വിരൽ ചൂണ്ടുന്നു? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിന്മകൾ എന്തിന് അവരെ വിധിക്കാൻ പോകുന്നു? അവരുടെ പരദൂഷണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എന്തിന് ദൂഷണം പറയാൻ പോകുന്നു? വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. നമുക്ക് കുറവുകളുള്ളവരാണ്. അപ്പം നമ്മളോട് ദൈവം കാണിക്കുന്ന കാരുണ്യം മറ്റുള്ളവരോടും കാണിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അപ്പൊ അത് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ ഓർക്കുന്നു 2000 തൊട്ട് 2003 വരെ ഒരു SDM എന്ന് പറയുന്ന ഒരു കോളേജിൽ പഠിപ്പിച്ചിട്ട് എനിക്ക് സെൻഡ് ഓഫ് വന്നപ്പോൾ ഒരു മാം എന്നോട് ചോദിച്ചു, ഡിപ്പാർട്ട്മെന്റിലെ സെൻഡ് ഓഫിന്റെ സമയത്ത്, ഫാദർ സാർ എന്താണ് വിളിച്ചുകൊണ്ടിരുന്നത്? ഫാദർ സാർ ഇതുവരെയും ആരെയും ഫാദർ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടില്ല എന്ന് ചോദിച്ചു സ്റ്റുഡൻസിനെ. ഞാൻ പറഞ്ഞു, എനിക്ക് 3 വർഷത്തിനിടെ വഴക്ക് പറയാൻ ഒരു ചാൻസ് കുഞ്ഞുങ്ങൾ തന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കുക? കാരണം ഒരു കുട്ടി ചിലപ്പോൾ താമസിച്ചു വന്നെങ്കിൽ ആ കുട്ടി എന്തുകൊണ്ട് താമസിച്ചു വന്നു നമുക്കറിയില്ല. 90 സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ചാണ്. ആ കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, വരുന്ന വണ്ടിക്ക് ബസ് കേടായതാണോ, ബൈക്ക് പഞ്ചറായതാണോ, ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി അവരെ വഴക്ക് പറയണം? ഒന്നും അറിയാതെ അവരെങ്ങനെ വഴക്ക് പറയാം? അല്ലെങ്കിൽ ഒരു കുട്ടി ഇരുന്ന് ഉറങ്ങുന്നു ക്ലാസ്സിന്റെ സമയത്ത്, ഒരുപക്ഷെ എന്റെ പഠിപ്പേര് അവരെ സ്വാധീനിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് തലേദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ആശുപത്രിയിൽ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരിക്കാം. അപ്പൊ അവർ ഉറങ്ങുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അറിയാതെ അവരെ മറ്റ് 89 പേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അവഹേളിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും അത് ന്യായീകരിക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞ് അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, when we get into their shoes, അവരുടെ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മൾ ഒരുപക്ഷെ അതിലും മോശമായിട്ട് ചെയ്തു പോയാൽ. അപ്പോൾ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ മനോഹരമായിട്ട് പറയുന്നു, വിധിക്കരുത്, കുറ്റം ആരോപിക്കരുത്, കൊടുക്കുവിൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ മറ്റിടത്തെല്ലാം 2 സെന്റൻസ് പറഞ്ഞ് ഇവിടെ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് കിട്ടും, കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. അപ്പൊ കൊടുക്കുവിൻ എന്ന് പറയുന്നതിന് മാത്രം അത്ര എക്സ്പ്ലനേഷൻ പറയുന്നുള്ളൂ ആ 3 കാര്യങ്ങളില്. പ്രവൃത്തിയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ നമ്മുടെ സമയമാകാം, നമ്മുടെ ടാലൻസ് ആകാം, നമ്മുടെ സന്തോഷമാകാം, നമ്മുടെ സമ്പത്താകാം, നമ്മുടെ സ്നേഹമാകാം, നമ്മുടെ കരുതലാകാം, നമ്മുടെ ഒരു പുഞ്ചിരിയാകാം, നമ്മുടെ ഒരു സ്പർശനമാകാം. ഇതെല്ലാം കൊടുക്കാൻ ദൈവം വിളിക്കുകയാണ്, നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, 100 ഇരട്ടിയായിട്ട് നിന്ന് കിട്ടും. അതെന്ത് മനോഹരമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ പറയുന്നത്, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളെ മടിയിലിട്ട് തരും, നിങ്ങളുടെ മടിയിലിട്ട് തരും എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കുന്നവന് കിട്ടുന്ന വലിയ കൃപയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു എക്സാം ആയിട്ട് കണക്ക് കൂട്ടിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തില് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഈശോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അവസാന വിധി ദിവസത്തില് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്? അവിടെ പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ച് നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ നീതിമാന്മാർ ചോദിക്കും, ഞങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ കണ്ടത്, ഞങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത്? അപ്പൊ ഈശോ പറയുന്നുണ്ട് 40-ാം വചനത്തിൽ 25 മത്തായി 25:40 പറയുന്നുണ്ട്, എന്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരാളിന് നിങ്ങൾ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. 45-ാം വചനത്തിൽ പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അപ്പൊ നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ ഈശോ പറയുന്നു, എന്നെയാണ് നിങ്ങളെ സഹായിക്കുന്നത്. നമുക്ക് ഇറങ്ങി വന്ന് ചെയ്യാൻ സാധിക്കുന്നില്ല, ഈശോയ്ക്ക് നേരിട്ട് വന്ന് ചെയ്യാൻ സാധിക്കില്ല. ദൈവവിളി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പല സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
ചിലപ്പോഴൊക്കെ നമുക്ക് പോകാനൊക്കെ വളരെ വിഷമം ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഒരിടവകയിൽ നിന്നൊക്കെ. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ദൈവവിളി എന്ന് പറയുന്നത് ജനങ്ങളുടെ നിലവിളിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രത്യുത്തരമാണ്. ഞാൻ എങ്ങോട്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു അവിടെ ആരൊക്കെയോ നിലവിളിക്കുന്നുണ്ട് ദൈവത്തോട്. അപ്പൊ അവർക്ക് ഉത്തരമായിട്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു OET ആസ്പിരൻസിന്റെ നിലവിളിയുടെ ഭാഗമായിട്ട് അവർക്ക് ഉത്തരമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാനിടയായി. അവരുടെ നിലവിളിക്ക് ഉത്തരമായിട്ട് ഇവിടെ ഒത്തിരിയേറെ അഡ്മിൻസും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സും വർക്ക് ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ കാലും കൈയും മനസ്സും ഹൃദയവുമായിട്ട് മാറാനുള്ള വിളിയാണ് ഈശോ നമുക്ക് നൽകുക. അപ്പോൾ ചിന്തയുടെ തലത്തില്, വാക്കുകളുടെ തലത്തില്, പ്രവൃത്തിയുടെ തലത്തില് നമുക്ക് ദൈവത്തിന്റെ കാരുണ്യം സ്വാംശീകരിച്ച് മറ്റുള്ളവർക്ക് നൽകുന്നവരാകാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. എതിർക്കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. എല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്നലെ എക്സാം എഴുതിയ എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വചനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. എല്ലാ കാലാവസ്ഥയും അനുകൂലമാകുന്നതിനും, പ്രത്യേകിച്ച് ഒത്തിരിയേറെ ചൂടും വെള്ളത്തിന്റെ ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്ന നാടുകളിൽ മഴയും നല്ല കാലാവസ്ഥയും നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അധ്വാനിക്കുന്ന എല്ലാ അഡ്മിൻസിനെയും, പ്രത്യേകിച്ച് ചീഫ് അഡ്മിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലിയെയും കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അവരുടെ കുടുംബത്തിനും അഞ്ജലിക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അവരുടെ തലമുറകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ശക്തിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാം. ഇന്ന ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിയ എല്ലാവരെയും, എത്താൻ സാധിക്കാത്തവരെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ വചനം ശ്രവിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ തമ്പുരാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് തമ്പുരാനോട് നമുക്ക് പറഞ്ഞു വാക്ക് കൊടുക്കാം. തമ്പുരാന്റെ കൃപയാലും അനുഗ്രഹത്താലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും കൃപയും അനുഗ്രഹവും നിറഞ്ഞ് സ്ട്രെസ് ഒന്നും കൂടാതെ സന്തോഷത്തോടെ പഠിക്കുവാനും OET പഠിക്കുവാനും പാസ്സാകുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പാസ്സായിട്ട് വിവിധ ദേശങ്ങളിലേക്ക് പോയിട്ടുള്ള എല്ലാവരെയും സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കാം. ദൈവത്തിന്റെ സമയത്തിനും ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾക്കും വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കാൻ എല്ലാവർക്കും നല്ല ദർശനങ്ങളും വെളിപാടുകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ അനന്ത സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സഹവാസവും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും ഭവനങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.